കുട്ടികൾ എവിടെ? പണ്ടൊക്കെ എത്ര കുട്ടികൾ ഉണ്ടാവും കഥ കേൾക്കാൻ. കുട്ടികളൊക്കെ ഹോംവർക്കിലാണ്, അല്ലെങ്കിൽ ട്യൂഷനിൽ, അല്ലെങ്കിൽ ക്ലാസ്സിൽ, അല്ലെങ്കിൽ ട്രെയിനിങ്ങിൽ, അല്ലെങ്കിൽ കോച്ചിങ്ങിൽ, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ, അല്ലെങ്കിൽ സോഫയിൽ ഇരുന്ന് TV കാണുന്നു. അപ്പം അവർ കളിക്കാറില്ലേ? പണ്ടൊക്കെ കളിക്കുന്ന കുട്ടികളെ പുറത്തു നിന്നും വീട്ടിലേക്ക് അടിച്ചുള്ളിലേക്ക് കൊണ്ടുവരും. ഇപ്പോൾ ഉള്ളിൽ നിന്നും പുറത്തേക്ക് ഇറക്കാൻ JCB വേണ്ടി വരും. കുട്ടികളില്ലല്ലോ. പഠിപ്പിച്ചും പേടിപ്പിച്ചും കുട്ടികൾ ഇപ്പോൾ വെറും പ്രായം കുറഞ്ഞ സീനിയേഴ്സ് ആണല്ലോ. അപ്പൊ നീ എങ്ങനെ ഫ്രീ ആയി? ഓ, എന്റെ കല്യാണമായി. ഒന്നെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ റീൽ സ്റ്റാർ ആകണം, അല്ലെങ്കിൽ സിനിമയിൽ സൂപ്പർ സ്റ്റാർ ആകണം, അല്ലെങ്കിൽ ബിസിനസ്സിൽ കോർപ്പറേറ്റ് സ്റ്റാർ ആകണം. നീ എന്തായി? ഒന്നും ആയില്ല. അംബാനി ആവാമെന്ന് വിചാരിച്ചത് നടന്നില്ല. അംബാനി പോലൊരുവനെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അമ്മ കഥ പറയും. ഞാനൊരു കഥ പറയാം. പണ്ട് പ്ലീസ്. എത്ര കാലമായി ഈ പണ്ട് ഇപ്പോഴുള്ള കഥ പറയും. അതിന് നീ പറഞ്ഞതുപോലെ കുട്ടികളൊക്കെ പെട്ടിയിലല്ലേ? കണ്ടൽക്കാടുള്ള കടൽക്കാട്ടിൽ കുറച്ച് കുട്ടികളുണ്ട്. ശരിയാ, അവരുടെ കഥ പറയാം. എന്താ കഥയുടെ പേര്? കുട്ടിയോളും കുട്ടിച്ചാത്തനും. പേടിയുണ്ടോ? ഇത്തിരി. പേടിച്ചോളൂ, ഞാൻ കഥ പറയാം. ഇപ്പോൾ ഇന്ന് പറയൂ. ത്രിയാമ പുഷ്പിണി എന്നൊരു മന്ത്രവാദിനി ഉണ്ടായിരുന്നു. ത്രിയാമ പുഷ്പിണി? അതെ, ത്രിയാമ പുഷ്പിണി. അവൾ തേടി നടന്ന് ഒടുവിൽ കുട്ടിച്ചാത്തനെ പിടിച്ചു. ഹംസുമാലി ചാത്താൻ, മഹാമാന്ത്രികൻ, അഭ്യാസി, എന്തും നേടിക്കൊടുക്കുന്ന ചാത്താൻ, ഹംസുമാലി കുട്ടിച്ചാത്താൻ. ഒരു രാത്രി ത്രിയാമ പുഷ്പിണി മന്ത്രം ചൊല്ലി ചാത്തനെ കുപ്പിയിലാക്കി. ഓ മൈ ഗോഡ്! കഥ കാണൂ. കളി. ഇനി കുപ്പിയിലേക്ക് കേറ്. പ്ലീസ് എന്നെ വിടൂ. ഇനി ഞാൻ ആർക്കും ശല്യമാവില്ല. ഐ ആം സോറി. ഇംഗ്ലീഷ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കുന്നോടാ. എനിക്ക് അറിയാടാ ഇംഗ്ലീഷ്. കം ടു ബോട്ടിൽ or I will murder you. ബ്ലഡി ചാത്തൻ, നീ എന്താ കരുതിയേ? നീ സൂപ്പർ സ്റ്റാർ ആണെന്നോ? നിന്റെ മാജിക് ഒന്നും നടക്കില്ലടോ. നാട്ടിൽ ഇഷ്ടം പോലെ മാജിക്കാരുണ്ടല്ലോ. പാലം കെട്ടാം, കുടിവെള്ളം തരാം എന്ന് പറഞ്ഞ് വോട്ട് വാങ്ങിയിട്ട് 5 വർഷത്തേക്ക് അപ്രത്യക്ഷമാവുന്ന മാജിക് കാണിക്കുന്ന നാട്ടിലാണോടാ നിന്റെ ചാത്തൻ സേവ? ഈർക്കലി കൊണ്ട് പാലവും കുഴി കൊണ്ട് റോഡും വള്ളി
കേസുകൾ കൊണ്ട് പള്ളിക്കൂടവും നടത്തുന്ന മാജിക് പോലെ വരുമോടാ നിന്റെ ചാത്തനേറ്. ഇല്ലേ, ഐ തോറ്റു, യു ജയിച്ചു. പക്ഷെ ഈ ബിയർ കുപ്പി അല്ലാതെ നിങ്ങൾക്ക് നല്ല കുപ്പി ഒന്നും കിട്ടിയില്ലേ? പിന്നെ നിനക്ക് അരിഷ്ടമുണ്ടാക്കുന്ന കുപ്പി തരാമെടാ. കേറും. ഇത് ബുദ്ധിയുള്ള കുട്ടികൾക്ക് മാത്രമേ തുറക്കാനാവൂ. സോ ഒരു ചാൻസ് ഉണ്ട് അല്ലേ? നോ നോ ചാൻസ്. ഇപ്പോൾ ബുദ്ധി അപ്ലൈ ചെയ്യുന്ന കുട്ടികളില്ല. കാരണം ഗൂഗിൾ ഉള്ളിടത്തോളം കാലം അവർ ബുദ്ധി ഉപയോഗിക്കില്ല. നിന്റെ കാര്യം കട്ടപ്പോ കേരള. Go
What if it's a bomb? You mean bottle bomb? उसका अंदर कुछ नहीं है. Hey guys, please speak in Malayalam. Malayalam കുറച്ച് അറിയാം. എന്റെ പൊന്നോ, എല്ലാരും മലയാളത്തിൽ പറയോ? നമുക്കിത് തുറക്കാം. എന്റെ അച്ഛൻ ഒരു ഓപ്പണർ കൊണ്ടാ തുറക്കുക. There's no alcohol inside. How do you know? അപകടമാണ്, എന്നാൽ തുറക്കാം. നവ്നീതെ, നീ തുറക്കൂ. പേടിയുണ്ടോ? അവൻ എന്ത് പേടി? ബുദ്ധി ഉണ്ടെങ്കിൽ അല്ലേ പേടി. ഇവനെ നോ ബുദ്ധി നോ പേടി. പേടിയൊന്നുമില്ല ഇവന്, പിന്നെ ഒരു ഭയം അല്ലേ? പേടി എന്നൊരു വാക്ക് എന്റെ ഡിക്ഷണറിയിൽ ഇല്ല. ആ പേജ് രീതി കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? ഒന്ന് പോടി. മതി, തോർക്ക് ഉളുവടി വീരാ, പേടി തൊണ്ട, നവനി കണ്ണ, കുപ്പി നീ തുറക്ക് വേഗം എന്റെ കുട്ടാ. ഞാൻ എണ്ണ 10, 9, 8, 7, 6, 5, 4, 3, ടും 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 1 go. ഞാൻ കുട്ടിച്ചാത്തൻ. എന്റെ പേര് അംശുമാലി കുട്ടിച്ചാത്തൻ. ഇനി ഞാൻ നിങ്ങളുടെ അടിമയാണ്. നിങ്ങളാണ് എന്നെ രക്ഷിച്ചത്. നിങ്ങൾ പറയുന്ന ഏത് ആഗ്രഹവും ഞാൻ സാധിച്ചു തരും. എന്നെ ഈ കുപ്പിയിൽ നിന്ന് രക്ഷിച്ചത് നിങ്ങളാണ്. ആഹാ, എന്നാ പിന്നെ ചോക്ലേറ്റ് താ. അംശുമാലി ചോക്ലേറ്റാൻ പക്വാനി പതന്തി സമാജേ വേദികേപി ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു. Sorry, Mr. Pereira. Sorry, well done, Mr. Kuttichatta. Mr. Kuttichatta, get me some flowers. I mean, പൂക്കൾ. അംശുമാലി കുസുമാനി പക്വാനി പതന്തി സമാജേ വേദികേപി ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു. Good job, Kuttichattans. Get me some money. Paisa. അംശുമാലി നാണയാനി പക്വാനി വദന്തി സമാജേ വേദികേപി ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു ഗുളുഗുളു പുളുപുളു. ഇത് സോറി, അയ്യേ, ഹിന്ദി അറിയില്ലേ? ഞാൻ ഭൂതമല്ല, കുട്ടിച്ചാത്തൻ. അംശുമാലി കുട്ടിച്ചാത്തൻ. മുझे हिंदी मालूम. ओके सॉरी, मुझे खिलौना चाहिए. कलीपाटम, टॉयज है, टॉयज. अंशुमालि क्रीडायन्द्र पक्वानि वदन्ति समाजे वेदिकेपि गुळुगुळु पुळुपुळु गुळुगुळु पुळुपुळु गुळुगुळु पुळुपुळु गुळुगुळु पुळुपुळु. ശരിക്കും നിങ്ങൾക്ക് എന്താണ് പണി? കുപ്പിയിൽ ചെടിക്കുകയും മാജിക് കാണിക്കുകയും അല്ലാതെ? അതിപ്പോ അങ്ങനെ പണിയൊന്നുമില്ല. ചുമ്മാ ആളുകളെ പഠിച്ചു നടക്ക. അങ്ങനെയൊന്നുമില്ല. ഞാൻ ചുമ്മാ കുപ്പിയിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോ നിങ്ങളുടെ അടിമയായി. നോക്ക കുട്ടിച്ചാത്ത, കാലമൊക്കെ മാറി, അടിമയും ഉടമയും ഒക്കെ മാറി.
ഇപ്പോൾ എല്ലാവരും തുല്യരാണ്. ഞങ്ങൾക്ക് വേണ്ടത് ചോക്ലേറ്റും ഐസ്ക്രീമും ഒന്നുമല്ല. അല്ല വിട്, പാവമല്ലേ. കണ്ടില്ലേ 90 ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട്. കുപ്പിയിൽ കഴിഞ്ഞിട്ടല്ലേ ഇത്ര കാലം. ഒരു ന്യൂസ് പേപ്പർ പോലും വായിച്ചിട്ടുണ്ടാവില്ല, ഒരു ടെലിവിഷൻ ന്യൂസ് പോലും കണ്ടിട്ടുണ്ടാവില്ല, ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഉണ്ടാവില്ല, ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാവേ ഇല്ല, ട്വിറ്റർ എന്ന് കേട്ടിട്ടേ ഉണ്ടാവില്ല. പേര് കണ്ടോ, അംശുമാലി ചാത്തൻ, നല്ല ഓൾഡ് വൈബ്. നിങ്ങൾ നല്ല കുട്ടികളായതുകൊണ്ടാണ് എന്നെ തുറന്നുവിടാൻ പറ്റിയത്. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ സാധിച്ചു തരും. ഇനി 10 കാര്യങ്ങൾ സാധിച്ചു തരാൻ കഴിയാതെ പോയാൽ ഞാൻ മനുഷ്യനായി മാറും. ചോദിക്കൂ, ആദ്യം ഇവിടെ തുടങ്ങാം. ചോദിക്കൂ. പരീക്ഷ നടക്കുന്ന സ്കൂളിൽ ബോംബിടാൻ പറ്റുമോ കുട്ടിച്ചേട്ടാ? ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ എന്തായി? ഒന്നുകിൽ എക്സാം നമ്മൾ തീർക്കും, ഇല്ലെങ്കിൽ എക്സാം നമ്മളെ തീർക്കും. എക്സാമിൽ ജയിക്കുന്നവർ ബാറ്റയും തോൽക്കുന്നവർ ടാറ്റയുമായിട്ടും ആൾക്കാർക്ക് എക്സാം വേണമെന്നേ. കുട്ടിയുടെ അമ്മയ്ക്കും അച്ഛനും വേണം എക്സാം. പിന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ തോറ്റു. ഞാൻ പോട്ടെ, എനിക്ക് പഠിക്കാൻ അല്ലെങ്കിൽ അമ്മ പഠിക്കും. മോൾക്ക് എന്താ വേണ്ടത്? സിമ്പിൾ. അച്ഛനോ അമ്മയോ എന്നോട് മിണ്ടണം. പട്ടോ കുട്ടിച്ചാത്ത. പിന്നെന്താ? ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ എന്തായി? ഞാൻ അവരുടെ മനസ്സ് വായിച്ചു. അവർ ബിസിയാണ്. അവർക്ക് നീ ഡാൻസ് പഠിക്കണം, കോഡിംഗ് പഠിക്കണം, സിലബസ് പഠിക്കണം, സ്കേറ്റിംഗ് പഠിക്കണം, CA എടുക്കണം, CFOയെ കല്യാണം കഴിക്കണം, ഫേസ്ബുക്കിൽ ഇടണം. നിന്നെ കേൾക്കണ്ട, കെട്ടിപ്പിടിക്കണ്ട, സ്നേഹിക്കണ്ട. നിന്നെ ഞാൻ കൊണ്ടുപോട്ടെ മോളെ. വേണ്ട കുട്ടിച്ചാത്ത, ഞാൻ പോട്ടെ. നിനക്കെന്താ വേണ്ടത്? I want my Malayali parents to speak to me in Malayalam. Pattu. പിന്നെന്താ? ഗുളു 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 ഗുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ What happened, Mr. Kuttichathan? മലയാളം കൊണ്ട് ഒരു ഗുണവുമില്ലത്രേ. ജോലിയും കിട്ടില്ല, കൂലിയും കിട്ടില്ലത്രേ. മലയാളം അമ്മയാണ്. നാളെ നീയും അവരെ മറക്കുമെന്ന് ഓർക്കുന്നില്ല. നീയെങ്കിലും മലയാളം പഠിക്കണം കേട്ടോ. Let me see. English, special tutor, 7 mark. മോളെ, നിനക്കെന്താ വേണ്ടത്? എനിക്ക് ധാരാളം ഫ്രീ ടൈം വേണം. പിന്നെന്താ? ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ എന്തായി? ഐ ആം സോറി മോളെ. രാവിലെ 7 മണി വരെ യോഗ, 8 മണി മുതൽ 2 മണി വരെ സ്കൂൾ, 3 മുതൽ 6 വരെ സബ്ജക്ട് ട്യൂഷൻ, 6 മുതൽ 8 വരെ വേദിക് മാസ്, 8 മുതൽ 10 വരെ ഭരതനാട്യം, 10 മുതൽ 12 വരെ ഹോംവർക്ക്, മോൾക്ക് ഇഷ്ടം കുക്കിങ്ങും. അപ്പോ പോട്ടെ മന്ദൂസ് കുട്ടിച്ചത്ത. ശരി. എന്താ മോളെ, നിനക്കെന്താ വേണ്ടത്? ഇത്ര നേരം പറഞ്ഞതൊന്നും തന്നില്ല, എന്നാലും ചോദിക്കാം. ഈ സിഗരറ്റും കല്ലും പ്ലാസ്റ്റിക്കും ഒക്കെ ഹാനികരല്ലേ? അപ്പോ അത് നല്ലതല്ല എന്ന് പറയുന്ന പകരം ഇതൊക്കെ നിരോധിച്ചുകൂടെ? പിന്നെന്താ? ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു. അത് പിന്നെ എന്നാ യൂസ്ലെസ് ചാത്താ. എന്നോട് ക്ഷമിക്കുമോളെ. കള്ളു മുതലാളിമാരും പുകയില മുതലാളിമാരും പ്ലാസ്റ്റിക് മുതലാളിമാരും സർക്കാരിനെ വലിഞ്ഞു കെട്ടിയിരിക്കുകയാണ്. പിന്നെ എന്ത് ചെയ്യും? ചാത്തനാകും, എല്ലാം ശരിയാവും എന്ന് ഞങ്ങൾ പറയില്ല. വെരക്കൂസ് ചാത്ത. എനിക്ക് വിഷമമാകുന്നു. നിങ്ങൾ വലിയ കുട്ടികളല്ലേ,
നിങ്ങളെങ്കിലും എനിക്ക് പറ്റുന്ന കാര്യം പറയും മോളെ. നിന്നെ ഞാൻ വിജയിയാക്കാം, ഫസ്റ്റ് റാങ്ക് എഴുതരാം, നിന്റെ ഹോംവർക്ക് ഞാൻ എഴുതിത്തരാം. എന്റെ പ്രിയപ്പെട്ട കുട്ടിച്ചാത്ത, എന്റെ ഹോംവർക്ക് ഞാൻ തന്നെ ചെയ്യാം. ഇങ്ങനെ കുറുക്ക് വഴി പറഞ്ഞ് ഞങ്ങളെ നിന്നെ പോലെ മടിയനാക്കരുത്. പിന്നെ വിജയ്, ഈ ലോകം നിറയെ പണക്കാരും വിജയിച്ചവരും സെൽഫി എടുക്കുന്നവരും പൊങ്കച്ച് സ്റ്റാറ്റസ് ഇടുന്നവരുമാണ്. പക്ഷേ ഈ ലോകത്തിന് ധാരാളം വേണ്ടത് സ്നേഹിക്കുന്നവരാണ്, കരുണ ഉള്ളവരാണ്, സമാധാനം ആഗ്രഹിക്കുന്നവരാണ്, ആശ്വാസം നൽകുന്നവരാണ്. സെൽഫി സ്റ്റാറുകൾ നിറയെ ഉണ്ട്. സെൽഫ്ലെസ് ആളുകളാണ് ഇനി വേണ്ടത്. ഇതെങ്കിലും എന്നെ കൊണ്ട് പറ്റും. ദാ ഇപ്പൊ ശരിയാക്കി തരാം. ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ പുളു പുളു പറ്റില്ല അല്ലേ? നീ ഇത്ര നേരം ഒന്നും മിണ്ടിയില്ലല്ലോ. ഇനി നീ പറയും. ഞങ്ങളുടെ നാട്ടിൽ, ഞങ്ങളുടെ സമാജത്തിൽ ചിലരുണ്ട് പല്ല് തേച്ച വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും, കണ്ണാടി നോക്കിയാൽ സ്റ്റാറ്റസ് ഇടും, ഹോട്ടലിൽ പോയാൽ സ്റ്റാറ്റസ് ഇടും, ഭക്ഷണം കണ്ടാൽ സ്റ്റാറ്റസ് ഇടും, ഒരു പുണ്യം ചെയ്താൽ 100 സ്റ്റാറ്റസ് ഇടും, ചെരിഞ്ഞ് നടന്നാൽ സെൽഫി, നേരെ നടന്നാൽ സെൽഫി, മൊത്തം ടോയ്ലറ്റ് ഒഴികെ മറ്റെവിടെ പോയാലും സെൽഫിയും സ്റ്റാറ്റസും, സെൽഫിയും സ്റ്റാറ്റസും. ഇത് മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ ചേട്ടാ? അത് സിമ്പിൾ അല്ലേ? അത് ഇപ്പൊ ഞാൻ ശരിയാക്കി തരാം. ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു, ഗുളു ഗുളു പുളു പുളു. അത് പിന്നെ വേണമെങ്കിൽ നിങ്ങള് ഫോൺ നോക്കാതിരുന്നാൽ മതി എന്ന് പറയാൻ പറഞ്ഞു. ഇനി ടോയ്ലറ്റ് പോകുമ്പോൾ സ്റ്റാറ്റസ് ഇടും എന്ന് പറഞ്ഞു. അയ്യോ ചാത്ത, എനിക്കൊരു ആഗ്രഹമുണ്ട്. ഈ മലയാളിയുടെ പുച്ഛമുണ്ടല്ലോ, അതൊന്ന് മാറ്റി തരാമോ? ഇങ്ങനെ മുഖം വെച്ച് ആരെന്ത് ചെയ്താലും കുറ്റം കണ്ടെത്തുന്ന, പരദൂഷണം പറയുന്ന മലയാളിയുടെ പുച്ഛം ഒന്ന് മാറ്റി തരാമോ? സദ്യ കഴിച്ചിട്ട് എന്ത് സദ്യ, യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് എന്ത് പാട്ട് എന്ന് പറയുന്ന കുരുട്ട് ബുദ്ധിക്കാരുടെ പുച്ഛം ഒന്ന് മാറ്റി തരാമോ? പുച്ഛം പുച്ഛം ഇപ്പൊ വരുന്നതാണ്. ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു. അത് പിന്നെ ഇത് ഞാൻ പറഞ്ഞപ്പോ കാക്ക മറന്ന് പറഞ്ഞാമെന്ന് പറഞ്ഞു, നായ വാല് സ്ത്രീകൾ ചെയ്യാമെന്ന് പറഞ്ഞു. ഇത് പറ്റില്ല മോനെ. നിനക്കെന്താ വേണ്ടേ? ചൊറി വരുത്തി തരാമോ? പിന്നെ വയറൽക്കവും. എന്ത് ചൊറിയോ? വരട്ട് ചൊറി. ആർക്ക്? നിനക്കോ? എനിക്കല്ല, ഡൊണാൾഡ് ട്രംപിന്, വ്ളാഡിമിർ പുടിന്, ഇസ്രയേൽ ഹെഡിന്, ഹമാസ് തലവന്, യുദ്ധം കൊണ്ടുവരുന്ന എല്ലാ നേതാക്കന്മാർക്കും വരട്ട് ചൊറി വർത്താമോ? പിന്നെ വയറൽക്കവും. ചൊറിഞ്ഞ് ചൊറിഞ്ഞ് ഇരിക്കുമ്പോൾ പിന്നെ യുദ്ധം ചെയ്യാൻ തോന്നില്ലല്ലോ. ലോകത്ത് സമാധാനവും പുലരും. എത്ര കുട്ടികളാണ് മരിച്ചത് കുട്ടിച്ചാത്ത? എത്ര കുട്ടികളോ മരിച്ചത്. എന്തായാലും ഇത്തവണ ഞാൻ നോക്കട്ടെ. ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു, ഗുളുഗുളു പുളുപുളു. അത് പിന്നെ എനിക്ക് അതും കഴിയില്ല. നിങ്ങൾ എന്നെ വരച്ചു കളഞ്ഞില്ല മക്കളെ. നിങ്ങളെ ഞാൻ ലോകത്തിലെ 7 അത്ഭുതങ്ങളെ കാണിക്കാൻ കൊണ്ടുപോകാം. ചാത്ത, ലോകത്തിലെ 7 അത്ഭുതം എന്താണ് അറിയാമോ? ഒന്നാമത്തേത് നല്ലത് കാണുവാനുള്ള മനസ്സ്, രണ്ടാമത്തേത് നല്ലത് കേൾക്കാനുള്ള മനസ്സ്, മൂന്നാമത്തേത് കരുണയോ ചെയ്യാനുള്ള കഴിവ്, അഞ്ചാമത്തേത് ഈ ലോകത്തിൽ കണ്ണും കാതും കാലും കൈയും കനവും ഒക്കെയായി ജീവിക്കാൻ അവസരം കിട്ടിയതിൽ നന്ദി അനുഭവിക്കാനുള്ള കഴിവ്,
ആറാമത്തേത് മനസ്സ് തുറന്ന് പുച്ഛം മാറ്റിവെച്ച് പരദൂഷണം മാറ്റിവെച്ച് ചിരിക്കാനുള്ള കഴിവ്. ഏഴാമത്തെ അത്ഭുതം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള കഴിവ്. അപ്പോ എങ്ങനെയാ ചക്ക, ഞങ്ങളുടെ കൂടെ കൂടുകയല്ലേ? പിന്നെന്താ, വാ മക്കളെ, നിങ്ങളിൽ ഒരാളായി ഇനി നാം ഒരുമിച്ച് മന്ത്രം ചൊല്ലാം.